ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ദുബായിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ പല സ്ഥലത്തും ഓരോ കൊല്ലം പല സ്ഥലത്തും നമ്മളങ്ങനെ പോയി അവിടുത്തെ ഡെക്കറേഷൻസും അവിടുത്തെ ബാൻഡ് സെറ്റും പിന്നെ ഡാൻസും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് വ്യത്യസ്തമായിട്ട് ഞാൻ ഒരു പള്ളിയിലാണ് കേട്ടോ പോയത്. പള്ളിയിലുള്ളൊരു ക്രിസ്മസ് സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നില്ല. ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ഒരു വീക്കിലാണ് ഞാൻ ഈ പള്ളിയിൽ പോയത്. അപ്പോൾ അവിടെയുള്ള ആ ഒരു ക്രിസ്മസ് ട്രീയും കാര്യങ്ങളും അങ്ങനെയുള്ള പിന്നെ പുൽക്കൂട് ഒരുക്കിയത് അങ്ങനെയൊക്കെയുള്ള ഡെക്കറേഷൻസ് ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എപ്പോഴും വേറെ നമ്മൾ പുറമെ ഇപ്പം മോൾസിലോ അതുപോലെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ചില ഏരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് പോയിട്ട് നമുക്ക് കരോൾസൊക്കെ കാണാം, പിന്നെ ക്രിസ്മസ് പപ്പേനെ കാണാം, അവിടെ ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് ഡെക്കറേഷൻസ്, പിന്നെ ഫയർ വർക്ക്സ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പല പ്രാവശ്യങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു പള്ളിയിലാണ് പോയത് കേട്ടോ. ആ പള്ളിയിലെ കാഴ്ചകളൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ വണ്ടിയിലല്ല പോയത്, മെട്രോയിലാണ് പോയത്. മെട്രോയിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും ജസ്റ്റ് ഞാൻ ഒന്ന് ഓടിച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പം മെട്രോയിൽ പോയി അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറേ ഫിലിപ്പിനോസ് ഇങ്ങനെ ഫുഡൊക്കെ അവർ പ്രിപ്പയർ ചെയ്തിട്ട് അവർ തന്നെ റോഡ് സൈഡിൽ ഇങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി വെക്കുന്നു. അത് ഈസി ടു ഈറ്റ്, അങ്ങനെ അവർ കുക്ക് ചെയ്ത ഫുഡൊക്കെയാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ പോയി വാങ്ങിച്ച് കഴിക്കാം. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തില്ല കേട്ടോ, കാരണം ഇവരുടെ ഒരുമാതിരി നമുക്ക് ചിലപ്പോൾ ആ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ ഫിഷൊക്കെ ആയിരിക്കും, ഫിഷൊക്കെ അവർ ജസ്റ്റ് പുഴുങ്ങിയ ഫിഷ്, പിന്നെ അല്ലെങ്കിൽ മറ്റേ എന്താ അവർ ഇതിൽ വിനാഗിരിയിലൊക്കെ ഇട്ട് അങ്ങനത്തെ ഒക്കെ ടൈപ്പ്. നമ്മൾക്ക് അത് സ്മെല്ലും പിന്നെ എന്താ പറയുക അവരുടെ ആ ഒരു ടേസ്റ്റൊക്കെ ചിലപ്പം നമുക്ക് എല്ലാം ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് ട്രൈ ചെയ്യാതിരുന്നാണ്. വേറെ വല്ല വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ നമുക്ക് കുറച്ചും കൂടെ ധൈര്യം ഉണ്ടാവും ട്രൈ ചെയ്യാൻ. മറ്റേ നമുക്ക് പിടിക്കുമോ എന്നറിയില്ല, ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, സ്മെല്ലും നമുക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഒരു ഓക്കെ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്യാത്ത കേട്ടോ. എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ഫിലിപ്പിനോസിൻ്റെ ഫുഡൊക്കെ ഞാൻ ചെറുതായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു മധുരമൊക്കെ ഉള്ള ടൈപ്പ് ഫുഡാണ് അവർ വീട്ടിൽ കുക്ക് ചെയ്ത ഫുഡായിരുന്നു അതെനിക്ക് അത്ര വലിയ പ്രശ്നം തോന്നിയില്ല. കഴിച്ചപ്പോൾ വെജിറ്റബിൾസും അങ്ങനെയൊക്കെ നമ്മൾ ട്രൈ ചെയ്തപ്പോൾ അത്രയ്ക്ക് വലിയ പ്രോബ്ലം തോന്നിയില്ല. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്കൊരു ഇച്ചിരി ഒരു പേടി ഉണ്ടായിരുന്നു ട്രൈ ചെയ്യാൻ, അതുകൊണ്ട് ട്രൈ ചെയ്തില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവർ പള്ളിയിൽ മാസ് നടക്കുന്ന സമയമായിരുന്നു നമ്മൾ ചെന്നത്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കൂടി അങ്ങനെയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമയം അധികം കളയുമ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇതാണ് കേട്ടോ ദുബായ് മെട്രോ. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറിയത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുന്ന സീനാണ് കേട്ടോ. മെട്രോയിൽ നിന്ന് കുറച്ച് തൊട്ടടുത്താണ് പള്ളി, അപ്പം നടക്കാവുന്ന ദൂരമുള്ളൂ. അപ്പോൾ അങ്ങനെ നടക്കുന്ന വഴിയിൽ നമ്മൾ കണ്ട കാഴ്ചകളാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഫിലിപ്പിനോസ് ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വഴിയിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നമുക്കൊരു പേടി അത് ട്രൈ ചെയ്യാൻ വേണ്ടി എങ്ങനെ ഉണ്ടാവും, ടേസ്റ്റ് സ്മെല്ലൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഒരു പേടി. പക്ഷേ ഫിലിപ്പിനോസൊക്കെ ഭയങ്കര കാര്യമായിട്ട് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നോക്കിയാൽ റോഡ് സൈഡിൽ എത്രയാണ് അവർ വെച്ചിരിക്കുന്നതിൻ്റെ അകത്ത് വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ കണ്ടില്ല. എന്തൊക്കെയോ ഡ്രൈ ഫിഷും ചിക്കനും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്യാനൊരു പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളതൊന്നും ട്രൈ ചെയ്തില്ല. അത് ആ പള്ളിയിലെത്തി ക്രിസ്മസിൻ്റെ ആ പുൽക്കൂടൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന അതാണ് കേട്ടോ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ, നല്ല ലൈറ്റ്സും ഒക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ഒരുപാട് അടുത്തേക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, ഇവരിങ്ങനെ ബാനർ കെട്ടി വെച്ചേക്കണോണ്ട് കണ്ടോ എന്താ ഉണ്ണീശമൊക്കെ കിടക്കുന്നു, എന്താ പുൽക്കൂട് കാര്യങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു. അതിന് ശേഷം നമ്മൾ നേരെ പോയത് ഇത് കണ്ടോ, ഇതാണ് പള്ളി കേട്ടോ. പള്ളിയുടെ ഡെക്കറേഷൻസ് നോക്കിയേ, ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള ഡെക്കറേഷൻസാണ് ഇത്. പുറത്ത് മാതാവിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ആ മാതാവിൻ്റെ ഭാഗത്തൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. കുറേ ലൈറ്റ്സൊക്കെ ഉണ്ട്, നല്ല രസമാണ്. ഇവിടെ മെഴുകുതിരി ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും, നമുക്ക് തന്നെ വാങ്ങിച്ച് അവിടെ തന്നെ എടുത്തിട്ട് നമുക്ക് അവിടെ കത്തിക്കുകയൊക്കെ ചെയ്യും. ഇതാണ് ആ പള്ളിയിലുണ്ടായിരുന്ന ക്രിസ്മസ് ട്രീ. ഇതാണ് കേട്ടോ പള്ളി. അതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് പുറത്തുനിന്നൊന്നും എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രേ ഉള്ളൂ. അപ്പം മനോഹരമായി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.